ശാസ്ത്രം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ. ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് അത് പ്രസവ വേദനയാണ്. ശാസ്ത്രമാണ് പറയുന്നത്. ലോകത്തേക്ക് വെച്ചൊരു വ്യക്തി അനുഭവിക്കുന്ന വേദനയിൽപ്പെട്ട ഏറ്റവും വലിയ വേദന അത് പ്രസവ വേദനയാണ്. ആ വേദനയുടെ ആവേഗങ്ങളുടെ അളവെടുത്ത് അതിന് യൂണിറ്റ് ഉണ്ടാക്കി അതുപോലും ശാസ്ത്രം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 20 എല്ലുകൾ ഒരേ സമയം ഒടിയുമ്പോൾ അവൻ അനുഭവിക്കുന്ന വേദനയാണ് പ്രസവത്തിന്റെ സമയത്ത് ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 20 എല്ലുകൾ ഒരേ സമയം ഒടിയുമ്പോൾ അവൻ അനുഭവിക്കുന്ന വേദനയാണ് പ്രസവത്തിന്റെ സമയത്ത് ഒരു സ്ത്രീ അനുഭവിക്കുന്നതെന്നാണ് ശാസ്ത്രം കണക്കൂട്ടുന്നത്. വേദനയുടെ യൂണിറ്റ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. യൂണിറ്റ് വേദന എടുത്താൽ ഒരു ടീച്ചർ കുട്ടിയെ അടിച്ചാൽ വേദന എടുത്തു എന്തോരം വേദന എടുത്തു അളവ് പറയാൻ പറ്റും. ആ അളവിനെ പോലും കണക്കാക്കുന്ന തരത്തിൽ ശാസ്ത്രം ഉയർന്നിട്ടുണ്ട്. വേദനയുടെ ആവേഗങ്ങളെ അളക്കുവാൻ പോലും ശാസ്ത്രം വികസിച്ചു കഴിഞ്ഞ കാലഘട്ടത്തിൽ പഠിപ്പിക്കുന്നു. 20 എല്ലുകൾ ഒടിയുന്ന വേദന സഹിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട മാതാക്കൾ നമ്മെ പ്രസവിച്ചത്. പ്രിയപ്പെട്ടവരെ, പ്രസവത്തിന്റെ വേദനയും കാര്യങ്ങളും കണ്ടു വരുമ്പോൾ സ്ത്രീകളിനെ ഇപ്പോൾ പ്രസവിക്കാനില്ല എന്ന് തീരുമാനിച്ചാൽ അതിന്റെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് വേദന പലതരത്തിലുണ്ട്. വേദന തന്നെയാണ്. എല്ലാവർക്കും ഒരുപോലെ അല്ല അത് അനുഭവിക്കുന്നത്. ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്, എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകൾ പ്രസവത്തിന് വേണ്ടിയിട്ട് ആലുവയിലുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അള്ളാഹുവിന്റെ ഹബീബിന്റെ നഅൽ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ചെരുപ്പിന്റെ മാതൃക ഒരു ചെറിയ പേപ്പറിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ചെറിയ പീസാക്കിയിട്ട് ഈ രണ്ട് മോതിരത്തിന്റെ ഇടയിൽ വെച്ചിരുന്നു. ഇടത്തെ കയ്യിൽ മോതിരത്തിന്റെ ഇടയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ വെച്ചിരുന്നു. പക്ഷേ ലേബർ റൂമിൽ പ്രവേശിച്ചപ്പോൾ മോതിരം ഊരിയെ വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ പേപ്പർ എങ്ങനെ പിടിക്കും? പേപ്പറൊന്നും സമ്മതിക്കില്ല. അതിന് പുള്ളിക്കാരത്തി വളരെ തന്ത്രപരമായി ആ പേപ്പർ എടുത്തിട്ട് ഈ രണ്ട് ചെറുവിരൽ മോതിരവിരലിനും നടുവിരലിനും ഇടയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ വെച്ച് അകത്തോട്ട് കയറി സുഖമായിട്ട് കിടന്നു. ഇത് ഹക്കാണ്, പണ്ഡിതന്മാരിരിക്കുന്ന സദസ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുട്ടിയുടെ പിതാവ് സുലൈമാൻ മുസ്ലിയാർ എടപ്പള്ളിയിൽ തന്നെ ഉള്ള ആളാണ്, എന്റെ എളാപ്പയാണ്, നേരിട്ട് പോയി സംസാരിക്കാം. ഈ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ ഈ സിസ്റ്റർ, ഒരുപാട് അകലെയൊന്നുമല്ല, ആലുവ കാരോത്തുകൂടി ഹോസ്പിറ്റലിലാണ്. ഈ സിസ്റ്റർ ഈ കുട്ടിയെ അടിച്ചിട്ട് പറഞ്ഞു, മോളെ നീ ഒന്ന് വെറുതെയെങ്കിലും ഒന്ന് കരയ്, നിന്റെ ഡെലിവറി ഒന്ന് കഴിഞ്ഞു ഞങ്ങൾക്കൊന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞത്രേ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന സംഭവമല്ല. ഇപ്പൊ ആ കൊച്ചുകുട്ടിക്ക് വലിപ്പം 4 വയസ്സായിട്ടുണ്ട്. 4 കൊല്ലം മുമ്പുള്ള സംഭവം. അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ ചെരുപ്പ്, അള്ളാഹുവിനെ കണ്ട ചെരുപ്പ്, അതിന്റെ മാതൃക കയ്യിൽ വെച്ച് അതിനെ സൂക്ഷിച്ച് അതിൽ വിശ്വസിച്ചുകൊണ്ട് ആ കുട്ടി അത് കയ്യിൽ വെച്ച ഒറ്റ കാരണം കൊണ്ട് ആ പ്രസവ വേദന അതിനെ എളുപ്പമാക്കി കിട്ടി. ഇവളിപ്പോഴും പറയും അങ്ങനെ സംഭവമേ നടന്നു എന്ന് എനിക്ക് അറിയില്ലെന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു, നഅലിന്റെ പ്രാധാന്യമൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞു തരും.